F-35 വിമാനം, ബ്രിട്ടീഷ് വിമാനം കേരളത്തിൽ തിരുവനന്തപുരത്ത് ശംഖുമുഖത്തുള്ള വിമാനത്താവളത്തിൽ ഇങ്ങനെ വെയിലും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനെ ട്രോളന്മാരെടുത്തിട്ട് ട്രോളി തകർത്തിട്ട്, അതായത് കേരളം കണ്ടാൽ പിന്നെ തിരിച്ചു പോകാൻ ആർക്കും തോന്നില്ല എന്നാണ് ടൂറിസം വകുപ്പ് അതിൻ്റെ അവരുടെ പേജിൽ തന്നെ 5.7 മില്യൺ ഫോളോവേഴ്സ് ഉള്ള അവരുടെ പേജിൽ തന്നെ അവർ അതിട്ടേക്കുന്നത്. അതായത് ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കി മാറ്റിയിട്ടുണ്ട് അതിനെ എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണല്ലേ. കേരളത്തിൽ വന്നാൽ പിന്നെ കേരളം വിട്ട് ആർക്കും പോകാൻ തോന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കമൻറ്റ് ട്രോള് വന്നത് പോകാൻ തോന്നാത്തോണ്ടല്ല, കേരളത്തിൽ എന്ത് വന്നാലും കട്ടപ്പുറത്താവും, അപ്പോൾ അവര് പോവേണ്ടി വരില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇത് ശരിക്ക് ടൂറിസം വകുപ്പ് അത് ട്രോളായിട്ടല്ല, അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് അവർ യൂസ് ചെയ്തത്. സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക അതന്നെ ഒരു വളരെ ബ്രില്യൻ്റ് ആയ ഒരു തോട്ടാണത്. കാരണം മറ്റാരും അത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് കേരള ടൂറിസത്തിന് ഇതിലപ്പുറം വേറൊരു സാധനം ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ലാൻഡ് ചെയ്യണം. അത് കേരളത്തിൽ കുറേ ദിവസം വന്ന് തങ്ങിയിട്ട് അത് പിന്നെ തിരിച്ചു പോകും. എങ്ങനെയാണല്ലോ അത് തിരിച്ചു കൊണ്ടുപോകും അവർ. പക്ഷെ അതുവരെ കേരളത്തിൽ വന്ന അത്ര പെട്ടെന്നൊന്നും മാർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. മറ്റൊരു ആശങ്കയുണ്ട്. അതായത് അത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക ഒരു മുതലാണ്, അവരുടെ സൈനിക ഉപകരണമാണ്. അത് മറ്റൊരു സർക്കാർ ഏജൻസി അവരുടെ പരസ്യത്തിന് അവരുടെ അനുവാദം ഇല്ലാതെ ഉപയോഗിച്ചാൽ നിയമപ്രശ്നമാകില്ലേ എന്നൊരാശങ്ക എനിക്കുണ്ട്. അല്ല, വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവരുടെ തറവാട് തൂക്കി വിറ്റാലും ആവും തോന്നുന്നില്ല. കേരള ടൂറിസം മാത്രമല്ല, അപ്പം അതിന് വെച്ച് ട്രോളിയന്മാർക്കും എല്ലാം പണി വരും. അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതിൽ വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് അവരൊരു സ്ട്രാറ്റജി അങ്ങനെ യൂസ് ചെയ്തെങ്കിലും അതൊരു കച്ചവടം എന്ന രീതിയിൽ ഒരു വിൽപ്പനയ്ക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു പക്ഷേ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ OLX വിൽക്കാനിട്ടവന്മാരുടെ നാടാ. അവര് പറയുന്നത് UK F-35B കേരള ഈസ് സച്ച് ആൻ അമേസിംഗ് പ്ലേസ്, ഐ ഡോണ്ട് വാണ്ട് ടു ലീവ്, ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ്. ഇങ്ങനെയാണ് കേരള ടൂറിസം പരസ്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, ഞാൻ തീർച്ചയായും ശുപാർശ ചെയ്യുന്നു ഇങ്ങോട്ടൊക്കെ വരാൻ. അത് തന്നെ. അല്ല, ഇതിനകത്ത് വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പരസ്യം, അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഏത് സാധനവും വിൽക്കണമെങ്കിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പരസ്യം വേണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതൊക്കെ വളരെ സജീവമായതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഏതോ ഒരുത്തൻ്റെ തലയിൽ ഉദിച്ച സാധനമാണ് ഇത്. ഇപ്പം നമ്മൾ പണ്ട് IPL തുടങ്ങിയ സമയത്ത് സുസു എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം, വോഡാഫോണിന്റെ പരസ്യം, ജോർജ് സാറിന്റെ മനസ്സിലായി നമ്മളെ അപ്പം സൂസു എന്നുള്ള ഒരു പരസ്യം. അതിന് മുന്നേ ഈ ഹച്ച് എന്ന് പറഞ്ഞ ഒരു ഹച്ചിലെ പട്ടി എന്നായിരുന്നു നമ്മളതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പഗ്, ഒരു പട്ടിയെ വെച്ച് ഒരു പരസ്യം ചെയ്യുക, അതായത് മനുഷ്യനില്ലാതെ ഒരു പരസ്യം. ഹച്ച് ആ പട്ടിയും ഫോണും ഇത് മറ്റേ നെറ്റ്വർക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ അത് മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. ആ ക്രിയേറ്റിവിറ്റി ഇപ്പം നമ്മൾ ഇപ്പം വിശ്വാസം അതല്ലേ എല്ലാം, കല്യാൺ ജ്വല്ലേഴ്സ്, അതെല്ലാവർക്കും ആ ഒരു ടാഗ് ലൈൻ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ജനങ്ങളുടെ വിശ്വസ്ത സ്ഥാപനം. അയ്യോ, അതങ്ങനെ ജനങ്ങളുടെ അങ്ങനെയുള്ള ഓരോ ആളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് ഓരോ പരസ്യങ്ങൾ, ഓരോ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ. അപ്പം ഇവരും അത്തരത്തിലൊരു സാധനം യൂസ് ചെയ്ത് ഇതുവരെ ആരും ചിന്തിക്കാത്തൊരു സാധനം. അല്ല, സിനിജി പറഞ്ഞതുപോലെ അപ്പുറത്ത് ABC സിനിജി പറഞ്ഞതുപോലെ ഇത്തവണത്തെ ഓണം F-35 അടിച്ച്. അല്ല, ഇതിന് താഴെ വരുന്ന രസകരമായ കുറെ കമന്റ്സ് ഉണ്ട്. അതായത് ഏതായാലും കേരളത്തിൽ വന്നല്ലേ, നമുക്ക് വള്ളംകളിയും ഓണമൊക്കെ ആഘോഷിച്ച് കണ്ടിട്ട് തിരിച്ചു പോവാൻ. വേറെ ഒരുത്തന്നെ അതിന്റെ താഴെ ഇട്ടേക്കുന്നു, മുതലെടുക്കുകയാണോ സജീവ്. അപ്പം അത്രയും രസകരമായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് ഈ ആളുകളുടെ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാഥാജാം കണ്ടിട്ടില്ലേ, അത് ഭയങ്കര. ഇപ്പൊ വേറൊരു സാധനമുണ്ട്, ഒരു മിൽമ ചുളു വിലക്ക് അടിച്ചു മാറ്റിയൊരു പരസ്യമുണ്ട്. നിങ്ങൾ ഓർമ്മയുണ്ടോന്നറിയില്ല. ചിലവലത് ശരിയാവും, ചിലവലത് ശരിയാവില്ല. 10,000 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ആ പയ്യൻ്റെ ആ പരസ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-3.5 ലക്ഷം രൂപ മാർക്കറ്റിൽ വിലയുള്ള ഒരു സാധനമാണ്. ആ പയ്യനും ആ കുടുംബത്തിനും അറിയാത്തതുകൊണ്ട് ചിലവലത് ശരിയാവും, ചിലവലത് ശരിയാവില്ല. അത് 10,000 രൂപ കൊടുത്ത് ചെക്കൻ്റെ എഴുതി മേടിച്ചു അവര്. അപ്പൊ അങ്ങനെ ചില അതുവരെ മിൽമ. കണ്ണൻ ദേവന്റെ പരസ്യമുണ്ട്, ഇടങ്ങളിലെത്തുമ്പോൾ ചായയുടെ രുചി. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാർ, ഓരോ കമ്പനികളെയാണല്ലോ ഇത് ഏൽപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ പ്രേമൻ ഒരു സ്ഥാപനം നടത്തുന്നു, അതിനൊരു പരസ്യം വേണം. അപ്പോൾ എന്നെ തന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 100 ടാഗ്ലൈന് 100 സാധനങ്ങളും കൊടുക്കും. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മോദി ചട്ടി ഇതിന് എഴുതിയേക്കരുത് മോദി ചട്ടി.
അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാധനം അത്രയും മാത്രം കരുതിയാൽ മതി. പക്ഷെ ഇതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള അതെ, അതായത് ആര് ഇത് എഴുതിയാലും ആ തലയ്ക്ക് ഒരു സല്യൂട്ട്. അല്ല, ഇപ്പോൾ ഒരാൾ പറഞ്ഞല്ലോ കേരളത്തിൽ എന്ത് സാധനം വന്നാലും അത് കട്ടപ്പുറത്താവും. അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഓർമ്മയിൽ വന്നൊരു സംഗതി പറയാം. മുമ്പ് ഒരു കൃത്യം പറഞ്ഞ ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോർപ്പറേഷനുകളുടെ കീഴിൽ ഈ നമ്മുടെ റോഡ് വൃത്തിയാക്കുന്ന വിദേശ നിർമ്മിത ഒരു യന്ത്രം കൊണ്ടുവന്നു. ഒരു ലോറിയുടെ പുറകിൽ ചൂല് പോലൊരു സാധനം ഘടിപ്പിച്ചിട്ട് ഭയങ്കര വാർത്തയായിരുന്നു. അതായത് എല്ലാം സക്ക് ചെയ്തെടുത്തിട്ട് പോകും. കൃത്യം ആ വാർത്ത പോയി ഒരു 2-3 വർഷം കഴിയുമ്പോൾ ആ വാഹനം കട്ടപ്പുറത്താണ്, മെയിൻ്റനൻസിന് കാശില്ലാന്ന് പറഞ്ഞിട്ട് മൂലയിരിക്കുന്ന വിഷ്വൽ, തുരുമ്പെടുത്ത് തീരുന്ന വിഷ്വലും അതേ ചാനലിൽ തന്നെ വന്നിരുന്നു. അപ്പൊ കട്ടപ്പുറത്താവെന്ന് പറഞ്ഞ വെറുതെ അല്ല, അത് കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാ. അല്ല, പിന്നൊന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ KSRTC ബസ്സില്ലേ, നമ്മുടെ ഈ കൊണ്ടോടി എന്ന് പറയുന്ന അവരുടെ ബോഡിയിൽ അത് നല്ല രസകരമായിട്ട് പ്രൈവറ്റ് ബസ്സിന് വെല്ലുന്ന രീതിയിൽ KSRTC ബസ് അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ അത് വലിയ വാർത്തയായിരുന്നു. ആ ബസ്സുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടുണ്ട്. മെയിൻ്റനൻസ് ഇല്ല, അലമ്പായി കിടക്കുക. ഇത് തന്നെ കേരളത്തില് പൊതുവെ സംഭവിക്കുന്ന ഒരു സാധനമാണത്. എല്ലാം കൊട്ടിക്കൊഴിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തത്, ശൗചാലയത്തിന്റെ വാർത്തകൾ ചെയ്തില്ലേ, എല്ലാം കൊട്ടിക്കൊഴിച്ച് തുടങ്ങും. നമ്മൾ ഭയങ്കര പരസ്യവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് ഉപയോഗിക്കും. വേറൊരു കമന്റ് വരുന്നുണ്ട്, മാൻഡ്രാക്കിന്റെ കണ്ണിൽ ഇത് പെടാതിരുന്നാ മതിയെന്ന്. വരുന്ന വഴിക്ക് മാൻഡ്രാക്ക് എവിടെ ഇത് നോക്കിയതാണ് ഇവിടെ കൊണ്ടിറക്കിയെന്നും പറയുന്നു. അല്ല, ആ വിമാനം ഏതായാലും അവർ തിരിച്ചു കൊണ്ടുപോകും, അതങ്ങനെ ഇട്ടേക്കത്തില്ല. അതിന് അതിന്റെ എഞ്ചിനീയർമാരൊക്കെ വന്നിട്ട് മെയിൻ മേസ്തിരിമാരൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. അത് ഏതായാലും അത് ഇത്രയും കോടി രൂപ വിലയുള്ള സാധനം. പിന്നെ ചിലര് പറയുന്നുണ്ട് ഇത് ശംഖുമുഖത്തെ പാർക്കിലോട്ട് മാറ്റേണ്ടി വരുമോ. ഓൾറെഡി ഒരു ഹെലികോപ്റ്റർ ഇരിപ്പുണ്ട്, അപ്പൊ അതേപോലെ അത് ഒരു കാഴ്ച വസ്തുവായിട്ട് വെക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക ഇല്ലാണ്ടില്ല. എന്നാ ഇത്തവണ പോകുമ്പോ ഒന്ന് പോയി കാണാമായിരുന്നു വച്ചിരുന്നെങ്കിൽ. അതിൽ വേറൊരു വസ്തുതാപരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടന്റെ ഒരു യുദ്ധവിമാനമാണ്. അവരുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനം പുറത്തൊരു രാജ്യത്ത് സൂക്ഷിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട്, നാണക്കേടല്ല, അവർക്ക് ഭയങ്കര ഭീതി ഉണ്ടാക്കുന്ന ഒരു സാധനമാണത്. അവരുടെ യുദ്ധവിമാനമായാലും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന എന്ത് സാധന സാമഗ്രികളാണോ അതേ സാധനം നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ പോലും, പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് വേറൊരു രാജ്യം ചോർത്തുവോ അല്ലെങ്കിൽ രാജ്യം മനസ്സിലാക്കുകയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ അവർ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉപഗ്രഹ നിരീക്ഷണത്തിലാണ് ഇതിൻ്റെ അകവും പുറമൊക്കെ. ആരതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അറിയുന്നതിന് മുമ്പ് അവരറിയും. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി. നമുക്കിത് പരസ്യമാക്കിയിട്ട് ചിരിക്കാം, കളിക്കാം, പറയാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ അവരെ ഇപ്പം നമ്മുടേതാണെങ്കിലും നമ്മളിപ്പോൾ ഒരു സാധനം, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സാധനം, അത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം വേറൊരു സ്ഥലത്ത് നമ്മുടെ കൺവെട്ടത്തല്ല, നമ്മൾ കാണുന്നുണ്ട്, ക്യാമറ CCTV ക്യാമറയിൽ കൂടെ കാണുന്നുണ്ട്, എന്നാലും വേറൊരാളുടെ സ്ഥലത്ത് ഇപ്പോൾ അവർക്ക് അത് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വരുന്ന ഘട്ടത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ 4-ാം നമ്പർ ബേ അതിപ്പോൾ ഒരു 2 ആഴ്ചയിലധികമായിട്ട് എൻഗേജ്ഡാണ്. ഏതാണ്ട് 26,000 ചില്ലുവാനം, 27,000 അത്രയും രൂപ വരുമാനം കിട്ടേണ്ട സാധനമാണ് അവിടെ വെറുതെ കിടക്കുന്നത്. ആ പൈസ വാങ്ങില്ല എന്നാണ് ദാനി പറഞ്ഞിരുന്നു, അത് വാങ്ങില്ല എന്നുള്ളത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ പുറത്ത് അത് വാങ്ങില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ വിജേഷ് പറഞ്ഞത് ശരിയാണ്, ഒരു യുദ്ധവിമാനമാണ്, വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. അതിങ്ങനെ വെയിലും മഴയും കൊണ്ട് ഇവിടെ കിടക്കുമ്പോൾ സ്വാഭാവികമായ ഒരു രാജ്യത്തിനുണ്ടാകുന്ന വെല്ലുവിളി എത്രയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ഇത് പറഞ്ഞപ്പോൾ ഒരു മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ താഴെ വന്നൊരു കമൻറ്റ് നടത്തിയ ആൾക്ക് ഒരു പ്രതികരണം നടത്തിക്കോട്ടെ. ഞാൻ അബദ്ധവശാൽ പറഞ്ഞു പോയി, അവിടെ ഉപ്പുകാറ്റേറ്റ് കിടക്കുന്ന, വെറുതെ ഉപ്പുകാറ്റേറ്റ് കിടക്കാൻ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വിമാനം എന്ന് പറയുന്നത് ഈ മറ്റേ വിമാനവാഹിനി കപ്പലിൽ കിടക്കുന്നതിന് എന്തോന്നടെ ഉപ്പ് കാറ്റ്, അത് ഞാൻ ഓർത്തില്ല, ക്ഷമിക്കണം. കടലിന്റെ നടുക്ക് വിമാനവാഹിനി കപ്പലിൽ കിടക്കുന്നതിന് എന്ത് ഞാൻ ആ കാര്യം ഓർത്തില്ല, പ്രിയ സുഹൃത്തെ. എന്തായാലും ഓണം കഴിയുന്നത് വരെ ബ്രിട്ടൻ ഈ വിമാനം കൊണ്ടുപോകില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തവണത്തെ ഓണം F-35 നമുക്ക് ആഘോഷിക്കാം.